ഹലോ ഗൈസ്, ഞാൻ റഫീഖ്. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ വിൻഡോസ് 10ന്റെ മീഡിയ ക്രിയേഷൻ ടൂൾ എറർ ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ വിൻഡോസ് 7 ഓർ വിൻഡോസ് 8 കമ്പ്യൂട്ടർ വിൻഡോസ് 10ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ എററിൽ സ്റ്റക്കായി നിൽക്കുകയാണോ? എന്നാൽ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യൂ. ഇതിനു വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു USB ഡ്രൈവ് വേണ്ടതാണ്. അതിന് മിനിമം 8 GB ഫ്രീ സ്പേസെങ്കിലും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യമായി നമുക്ക് ഈ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾ എറർ എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ വിൻഡോസ് 7 കമ്പ്യൂട്ടറിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ microsoft.com എന്ന വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ. അതിന് തൊട്ട് താഴെ ഡൗൺലോഡ് നൗ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റാളേഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും there was a problem running this tool. We are not sure what happened, but we are unable to run this tool on this PC. If you continue experiencing problems, reference the error code when contacting customer support and error code 0x80072F8F and 0x20000. സോ ഈ എറർ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി നിങ്ങൾ വിൻഡോസ് 10ന്റെ ഒരു ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആയ ഒരു സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ മെത്തേഡിൽ ഈ എറർ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിൻഡോസ് 10 ബൂട്ടബിൾ USB എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ വിൻഡോസ് 10 ഓർ വിൻഡോസ് 11 കമ്പ്യൂട്ടറിൽ USB ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യുക. മിനിമം 8 GB ഫ്രീ സ്പേസ് വേണം. ഇതിലുള്ള ആൾമോസ്റ്റ് 15 GB ഫ്രീ സ്പേസ് ഉണ്ട്. എന്നിട്ട് നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ. തൊട്ടു താഴെ ഡൗൺലോഡ് നൗ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിൻഡോസ് 10 സെറ്റപ്പ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും ആ എറർ ഇവിടെ കാണിക്കുന്നില്ല. വിൻഡോസ് 7 നിങ്ങൾക്ക് കാണിച്ച ആ എറർ ഇവിടെ കാണിക്കുന്നില്ല. ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. ലൈസൻസ് എഗ്രിമെൻറ്റ് വിൻഡോ കാണാം. അതിൽ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ വാട്ട് ഡു യു വാണ്ട് ടു ഡു. ഇവിടെ നിങ്ങൾ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് ലാംഗ്വേജ് ആർക്കിടെക്ചർ ആൻഡ് എഡിഷൻ. ഇവിടെ ലാംഗ്വേജ് ആൻഡ് എഡിഷൻ ആർക്കിടെക്ചർ സെലക്ട് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ ചൂസ് വിച്ച് മീഡിയ ടു യൂസ്. രണ്ട് ഓപ്ഷൻ കാണാം, USB ഫ്ലാഷ് ഡ്രൈവ് ആൻഡ് ISO ഫയൽ. അതിൽ USB ഫ്ലാഷ് ഡ്രൈവ് സെലക്ട് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ സെലക്ട് USB ഡ്രൈവ് ആൻഡ് ക്ലിക്ക് നെക്സ്റ്റ്. ഇപ്പോൾ വിൻഡോസ് 10 ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ആൻഡ് ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ചിരിക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം. സോ യു ഹാവ് ടു വെയിറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നൗ വെരിഫൈ യുവർ ഡൗൺലോഡ്.
ഇപ്പോൾ വിൻഡോസ് 10 മീഡിയ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിൻഡോസ് 10 സെറ്റപ്പ് ഫയലെല്ലാം നിങ്ങളുടെ USB ഡ്രൈവിലേക്ക് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിന് അനുസരിച്ചിരിക്കും കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം. സോ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി. ക്ലിക്ക് ഫിനിഷ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. USB ഡ്രൈവ് ഒന്ന് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4.28 GB യൂസ്ഡ്. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് ഫയൽ എല്ലാം. അടുത്തതായി നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത വിൻഡോസ് 10 ബൂട്ടബിൾ USB ഉപയോഗിച്ച് എങ്ങനെ വിൻഡോസ് 7 ഓർ വിൻഡോസ് 8ൽ നിന്നും വിൻഡോസ് 10ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നിങ്ങളുടെ വിൻഡോസ് 7 കമ്പ്യൂട്ടറിൽ വിൻഡോസ് 10ൻ്റെ ബൂട്ടബിൾ USB കണക്ട് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. 4.28 GB യൂസർ സ്പേസ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് ഫയൽ എല്ലാം. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ആ സെറ്റപ്പ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് വിൻഡോ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ വിൻഡോസ് 10. ഏറ്റവും താഴെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണാം. അതൊന്ന് ടിക്ക് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്കിംഗ് യുവർ PC. We are getting few things ready. ലൈസൻസ് എഗ്രിമെൻറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലിക്ക് ആക്സെപ്റ്റ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സ്പീഡിന് അനുസരിച്ചിരിക്കും ഇത് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം. സോ യു ഹാവ് ടു വെയിറ്റ്. മേക്കിംഗ് ഷുവർ യു ആർ റെഡി ടു ഇൻസ്റ്റാൾ. മേക്കിംഗ് ഷുവർ യുവർ PC ഹാസ് ഇനഫ് സ്പേസ്. ഈ വിൻഡോ റെഡി ടു ഇൻസ്റ്റാൾ. അവിടെ രണ്ട് ഓപ്ഷൻ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ വിൻഡോസ് 10 Pro, കീപ് പേഴ്സണൽ ഫയൽസ് ആൻഡ് ആപ്സ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് നെക്സ്റ്റ്. ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ അപ്ഡേറ്റ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So you have to wait. അപ്ഡേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ആയ ശേഷം ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാളിംഗ് വിൻഡോസ് 10 എന്ന ഈ വിൻഡോയിലേക്ക് മാറുന്നതാണ്. ഈ വിൻഡോയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി പല പ്രാവശ്യം റീസ്റ്റാർട്ട് ആവുന്നതാണ്. വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലോഡിംഗ് ഫയൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് 10 ലോഗോ കാണാൻ സാധിക്കും. വർക്കിംഗ് ഓൺ അപ്ഡേറ്റ്സ്. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അപ്ഡേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ്. ഇപ്പോൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ സ്ക്രീൻ കാണാൻ സാധിക്കും. വിൻഡോസ് 7 യൂസ് ചെയ്ത അതേ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെൽക്കം ടു വിൻഡോസ് 10. Okay, click yes and accept. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വിൻഡോസ് 10 ഹോം സ്ക്രീൻ കാണാം. നമുക്കൊന്ന് പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. കാണാൻ സാധിക്കും വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എൻജോയ് വിൻഡോസ് 10. വളരെ ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.